കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചന. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സജി മഞ്ഞക്കടമ്പിൽ മാണി ഗ്രൂപ്പിൽ എത്തിയേക്കും എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് എമ്മിൽ എടുത്താൽ എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധമാകും എന്നാണ് വിലയിരുത്തൽ. മന്ത്രി VN വാസവന് പുറമെ സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി ജോസ് കെ മാണിയും രംഗത്തു വന്നു. സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകൻ ആണ് എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് പുറത്തു വന്നത് എന്നും UDFന്റെ പതനമാണ് സൂചിപ്പിക്കുന്നത് എന്നും ജോസ് കെ മാണി പറഞ്ഞു. ഈ ജില്ലയുടെ UDFന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ്. അപ്പോൾ അത് UDFന്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ UDFന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ്, ജോസഫ് വിഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ്. അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹമാണ് രാജിവെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു പ്രതിസന്ധിയിലെ കാരണം ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ അത് സജിമോൻ മഞ്ഞക്കടമ്പിൽ മാത്രമല്ല, ഇന്ന് പലരും ഇങ്ങനെയുള്ള വളരെ നിരാശരാണ്, വളരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പുറകെ പലരും ഇങ്ങനെയുള്ള രാജിവെപ്പുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ യഥാർത്ഥ ചിത്രം എന്താണ്, യഥാർത്ഥ രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥ ആ സിറ്റുവേഷൻ എന്താണ്? നമുക്കറിയാം, ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ, ഇന്ത്യയുടെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരും അല്ലെങ്കിൽ UDFൽ പെട്ടവർ പലരും ഇന്ന് പാർട്ടി മാറി ഇന്ന് BJPയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്വതന്ത്ര ചിഹ്നത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി UDFൻ്റെ ആയി ഫ്രാൻസിസ് ജോർജ് നിൽക്കുമ്പോൾ, ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം ഉറപ്പുണ്ടോ UDFൽ തന്നെ നിൽക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നേതാക്കന്മാർക്കെല്ലാം ഉള്ളത്. കാരണം പഴയ ചരിത്രം എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ 12 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് 4 പ്രാവശ്യം മുന്നണി മാറുകയും 4 പ്രാവശ്യം പാർട്ടി മാറുകയും ചെയ്ത അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവന്നതിൽ ചില കേന്ദ്രങ്ങളുടെ താല്പര്യങ്ങൾ കാണും. ആ താല്പര്യം എന്താണെന്ന് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലൊക്കെ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു രാജിവെപ്പ് ഉണ്ടായത്. അല്ല, അപ്പം അവിടെ ഈ പറഞ്ഞ ജോസഫ് വിഭാഗം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. തീർച്ചയായും സജിമോൻ നല്ലൊരു പ്രവർത്തകനാണ്, നല്ല സംഘാടകനാണ്, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് ഓടിയ ആളാണ്. അതുപോലും വകവെക്കാതെ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുടെ പാർട്ടിക്കകത്തുള്ള ഒരു വിഷയം തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ ഈ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെ ചെന്നെത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇപ്പം അതിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നം. ഞാൻ അതിനകത്തേക്ക് ഇടപെടുന്ന ഇല്ല. അതൊക്കെ അങ്ങനെ രാജിവെക്കുന്നവർ അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല അത് ഒന്ന്, ഈ പറഞ്ഞ രാജിവെച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം വേണം. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുടെ ആലോചനകളിലേക്ക് വരട്ടെ. അതേസമയം സജിയെ തിരികെ എത്തിക്കാൻ അനുനയ നീക്കങ്ങൾ സജീവമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോയി എബ്രഹാം തുടങ്ങിയ നേതാക്കൾ സജി മഞ്ഞക്കടമ്പിലിന്റെ ടെലിഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം. തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന ആവശ്യം ഉന്നയിച്ചതായാണ് വിവരം. മറുപടി കൃത്യമായി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ VN വാസവൻ പറഞ്ഞത് ആരും ഒറ്റപ്പെട്ടു പോകില്ല എന്നുള്ളതായിരുന്നു. വാസവന്റെ വാക്കുകളിലേക്ക്. യഥാർത്ഥത്തിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും
ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ പിടിച്ചു നിർത്തിയിരുന്നതിൽ ഒരാൾ ശ്രീ മഞ്ഞിക്കടമ്പനായി. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി വളർന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാടുകളെ ആശ്രയിച്ചിരിക്കും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായിരുന്നാലും ആരും അനാഥരാവില്ല എന്ന കാര്യം നമുക്കറിയാം. കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും BJP ഉൾപ്പെടെ എല്ലാം മുന്നണിയിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട് എന്നുമായിരുന്നു സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രതികരണം. ജോസ് കെ മാണിയും VN വാസവനും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയും അദ്ദേഹം അറിയിച്ചു. ജോസ് കെ മാണി പറഞ്ഞത് സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണ്, പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ് സജിയെ വിശേഷിപ്പിച്ചത്. എന്താണ് സജിക്ക് തോന്നുന്നത്? അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം മുന്നണിയോട് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും വിധേയത്വവും കാണിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UDFൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഇന്നലെ രാജിവെക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു, സാഹചര്യം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതിയതായി ഏതായാലും അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. VN വാസവൻ പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതിലും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ എടുക്കാനുള്ള ഒരു മനസാന്നിധ്യത്തിലല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ എന്തു വേണമെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. UDF നേതൃത്വവും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുമായി ഞാൻ കാണുന്നതിന് കാണുമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാനേതായാലും ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കും. UDFിലേക്ക് ഇനി ഇല്ല എന്ന് തന്നെയാണോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു UDFിലേക്ക് ഒരു പ്രതിബന്ധം ഞാൻ പറഞ്ഞു. മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവിന് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഈ എളിയ ജില്ലാ പ്രസിഡന്റിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓർക്കണം, ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസന സമിതിയിലേക്ക് ഒരാളെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് കത്ത് കിട്ടി. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളെന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. എൻ്റെ പേര് ഉത്തരവിറക്കി, ഗവൺമെൻറ് ഉത്തരവിറക്കി. ആ ഉത്തരവ് ജോസഫ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് പോയി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് പോലും എന്നെ വെട്ടിമാറ്റിയ നേതാവ് അവിടെ എപ്പോഴും അജീയനായി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്ത് വിശ്വസിച്ച് തിരിച്ചവിടെ പോകുമെന്നുള്ളതാണ് എൻ്റെ മുന്നിലെ ചോദ്യചിഹ്നം. ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും അല്ലേ, അല്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് താൽക്കാലികമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഞാൻ 15-ാം വയസ്സ് മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം. ഇതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചു. ദുഃഖങ്ങളാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കിനി വീണ്ടും ഇപ്പോൾ ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാളെ ഇനി എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം എൻ്റെ മനസ്സിലില്ല. എന്നാൽ അതൊക്കെ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള തീരുമാനം ഞാൻ എടുക്കും. BJP പോലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയോട് സഹകരിക്കുമോ? അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ എല്ലാ മുന്നണിയിലെ ആളുകളും ഞാനുമായിട്ട് ഫോണിൽ നേരിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് എൻ്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ ഇനി വളരെ ആലോചിച്ച് മാത്രമേ ഞാൻ എടുക്കൂ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബാംഗങ്ങളുടെയും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിട്ടില്ല. BJP വേണ്ട എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു BJP എന്നോ CPM എന്നോ UDF എന്നോ തിരിച്ചൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. എന്തായാലും അതാണ് സജി മഞ്ഞക്കടമ്പിൽ നിലപാട് വ്യക്തമാക്കുന്നത്. G. ശ്രീജിത്ത്, News 18 കോട്ടയം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ സജിയുമായി ശ്രീജിത്ത് നേരിട്ട് സംസാരിച്ചു. പക്ഷേ മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കുമ്പോൾ നേതാക്കൾ പുലർത്തുന്ന ജാഗ്രതയുണ്ട്. അതിനപ്പുറം ഒരു തീരുമാനം പലപ്പോഴും നേതാക്കൾ കൈക്കൊള്ളാറുണ്ട്. പക്ഷേ അതൊന്നും ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് തുറന്നു പറയാറില്ല. ഏതെങ്കിലും ഒരു പദവി ഒരു നിമിഷം കൊണ്ട് രാജിവെക്കുക എന്നതൊന്നുമല്ല നേതാക്കളുടെ രീതി. മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഓഫറുകൾ ഉണ്ടാകും. അങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ കൃത്യമായി തീരുമാനിക്കും. അതിനുശേഷം ഇത്തരത്തിൽ രാജിവെക്കുക എന്നതാണ് ഒരു പൊതുവെ ശീലം. എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. ഇപ്പോൾ സജിയുടെ കാര്യത്തിൽ സജി നേരത്തെ UDFിനോടൊപ്പം നിന്നിരുന്ന ജോസ് കെ മാണി വിഭാഗമടക്കം പിരിഞ്ഞുപോയപ്പോൾ അതിൽ യോജിക്കാനാകാതെയാണ് മറുഭാഗത്തേക്ക് എത്തിയത്.
അങ്ങനെയുള്ള സജി തിരിച്ച് ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. നിലവിൽ ജോസ് കെ മാണി വിഭാഗത്തിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിക്ക് സാധ്യതയുണ്ടോ? BJP-യുമായി അടക്കമുള്ള ചർച്ചകൾ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടു എന്ന് സജി തന്നെ പറയുമ്പോൾ അത്തരം സാധ്യതകൾ മുന്നിലുണ്ടോ? കൃത്യമായി എവിടേക്ക് എന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നോ സജിയുടെ രാജി? ഒപ്പം ഇതിലിപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടല്ലോ. രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെയാണ് ഊതിപ്പെരിപ്പിച്ചത് എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണം. യഥാർത്ഥത്തിൽ എന്താണ് സജി മഞ്ഞക്കടമ്പിലിന്റെ ഭാവി പരിപാടി എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇനി UDF-ലേക്ക് സജി പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല നേതാക്കളും അനുനയ ചർച്ചയ്ക്ക് സജിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരോടൊന്നും തൽക്കാലം സംസാരിക്കാൻ സജി മഞ്ഞക്കടമ്പിൽ തയ്യാറായിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോയി അബ്രഹാമിനെ പോലെ ജോസഫ് ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളൊക്കെയും വിളിക്കുന്നുണ്ട്. അവരോടൊരു കൃത്യമായ മറുപടി സജി പറയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് ജോസ് കെ മാണിയുടെയും മന്ത്രി VN വാസവന്റെയും വാക്കുകൾ പരിശോധിച്ചാൽ അവർ സജിക്ക് ഏതാണ്ടൊരു ക്ഷണം പറയുന്നു എന്നുള്ളതാണ്. സജിക്ക് ക്ഷണം പറയുമ്പോൾ അവർ വെറുതെ ഒരു ക്ഷണം പറയുന്നു എന്ന് നമുക്ക് രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം BJP എന്നൊരു ഓപ്ഷൻ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ സജി അപ്പുറത്തേക്കും പോകാവുന്ന ഒരാളാണ്, വേണമെങ്കിൽ പോകാവുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് സജി മികച്ച സംഘാടകനും മികച്ച നേതാവ് എന്ന് VN വാസവനും ഒപ്പം തന്നെ ജോസ് കെ മാണിയും ഒരേ ഭാഷയിൽ പറയുമ്പോൾ അത് ഇവിടേക്കുള്ള ഒരു ക്ഷണമാണ്, അല്ലെങ്കിൽ ഇവിടേക്കുള്ള സജിയുടെ വരവ് ഉറപ്പിച്ച ശേഷമുള്ള പ്രതികരണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഈ സമയത്ത് തന്നെ സജിയെ ഈ പാർട്ടിയിലേക്ക് എടുക്കണോ, അതോ സജി പറഞ്ഞ പോലെ കുടുംബത്തിനൊപ്പം കുറച്ചു കാലം ചെലവഴിക്കണമെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾക്ക് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ഇപ്പോൾ UDF-ന് കൊടുക്കാവുന്ന ആഘാതം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ LDF-ലേക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഒരുപക്ഷെ LDF-ന് ഉണ്ടാകില്ല. കാരണം LDF-ന്റെ നീക്കങ്ങൾ അനുസരിച്ചാണ് സജി അപ്പുറത്ത് നിന്ന് ചാടിച്ചു കൊണ്ടുവരുന്നത് എന്ന് ജനങ്ങൾ വായിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആലോചനകൾ നടക്കുന്നത്. എന്തായാലും BJP-യും ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് സജി തന്നെ തുറന്ന് പറയുകയാണ്. എല്ലാ മുന്നണിയിൽ നിന്നുള്ള നേതാക്കൾ വിളിക്കുന്നുണ്ട്. എന്തായാലും സജി ഇന്നിപ്പോൾ കുടുംബാംഗങ്ങളുമായൊക്കെ ആലോചിക്കുമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഇന്നൊരു തീരുമാനം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷെ വരും ദിവസങ്ങളിൽ സജി ഇന്നലെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരാളായിരിക്കില്ല സജി മഞ്ഞക്കടമ്പിൽ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അഭിലാഷ്, അതായത് ഈ ജോസ് കെ മാണിയുടെയും VN വാസവന്റെയും വാക്കുകൾ, അതോടൊപ്പം സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രതികരണം, ഞാൻ ഇനി കൃത്യമായി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ, വീട്ടുകാരും ബന്ധുക്കളും ഒക്കെയായി ആലോചിക്കണം, അങ്ങനെ ആലോചിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം എന്ന തരത്തിൽ ആണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ സമയം എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള സമയം, ഏപ്രിൽ 26 വരെയുള്ള സമയം എന്നാണോ നമുക്ക് ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഇപ്പുറത്ത് വന്ന ശേഷം, അതായത് ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പം എത്തിയ ശേഷമുള്ള സജി മഞ്ഞക്കടമ്പിലിന് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. പക്ഷേ അപ്പുറത്തുനിന്ന് രാജിവെച്ച് നിൽക്കുന്ന ഒരു സജി മഞ്ഞക്കടമ്പിലുണ്ട്. അദ്ദേഹം ഇനിയും നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം അത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ദോഷകരമായി ബാധിക്കും എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പലതരം ചർച്ചകളുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം എങ്ങനെ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഫലത്തിൽ ഏതാണ്ട് ജോസ് വിഭാഗവും CPM-ൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് VN വാസവനും ഒക്കെ സജിയെ ഫലത്തിൽ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ്. അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ വായിച്ചെടുക്കേണ്ടത് അത്തരം വാക്കുകൾ തന്നെയാണ്. എന്തായാലും സജിയുടെ നിലപാടുകൾ എപ്പോഴത്തേക്ക്, അത് ഒരുപക്ഷെ ഇനി ഞാൻ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നൊക്കെ ആയിരിക്കും തൽക്കാലം നിലപാട് തുടർന്ന് പ്രഖ്യാപിക്കാൻ സാധ്യത. അത് 1-2 ദിവസമെങ്കിലും കാത്തു ഇരിക്കേണ്ടി വരുമെന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. എന്തായാലും സജി തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ മാധ്യമങ്ങളെ ഇക്കാര്യങ്ങൾ ഇനി എന്ത് എന്നുള്ളത് താൻ അറിയിക്കും എന്ന് തന്നെയാണ് സജി വ്യക്തമാക്കുന്നത്. എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് എന്ന പ്രാഥമികമായ സൂചന തന്നെയാണ് ശ്രീജിത്ത് പങ്കുവെക്കുന്നത്.